ഉണ്ടോ? സാർ വന്നു സാർ വന്നു. ഓക്കെ 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 ഷേഡായിരുന്നു എനിക്കറിയില്ല എന്താവും പ്രശ്നം. So in the fluid mechanics lab you have familiarized with a lot of devices for flow measurements. Pitted tube, pitted static tube, മെച്ചറിമീറ്റർ, റിഫൈസ് മീറ്റർ, ഇതൊക്കെ ഫ്ലോ മെഷർമെന്റ്സിൽ വരുന്ന കുറെ കാര്യങ്ങളാണ്. So we will discuss the device. We can use the same for velocity measurement എന്ന് പറയുന്ന pitted tube. ഇന്നിപ്പോ നമ്മൾ സ്പെസിഫിക്കലി we will discuss on pitted tube usage for velocity measurement in compressible flow. Already ഈ ടോപ്പിക് ഞാൻ നേരത്തെ ഷോക്കേഴ്സ് പറഞ്ഞു പോയതാണ്. അതിന്റെ കുറെ ഡെറിവേഷൻസ് അവിടെ ഞാൻ പറയുകയും ചെയ്തു. ലാസ്റ്റ് മൊഡ്യൂൾ വരുന്ന ടോപ്പിക്കാണത്. ബട്ട് ഐ വിൽ റിപ്പീറ്റ് ദാറ്റ് ടോപ്പിക് അഗൈൻ. അപ്പൊ പിറ്റഡ് ട്യൂബിന്റെ യൂസ് നമുക്ക് എങ്ങനെ വെലോസിറ്റി മെഷർമെന്റ്സിൽ യൂസ് ചെയ്യാന്നുള്ളത്. So when we classify the velocity measurement methods, you can broadly classify it into two types: intrusive methods and non-intrusive methods. Intrusive classification വരുന്നതാണ് pitted static tube, hot wire anemometer. ഇത് രണ്ടും സ്പെസിഫിക്കലി നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട് ഈ രണ്ട് methods. Then the non-intrusive method, Doppler velocimeter. Actually അത് സിലബസിൽ സ്പെസിഫിക് പറഞ്ഞിട്ടില്ല, ബട്ട് in our class I will explain the method of velocimeter, Doppler velocimeter. അടുത്ത ക്ലാസ് നമുക്കത് ഡീറ്റെയിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ഞാൻ പറയും. അപ്പൊ ഇതിൽ ഇൻട്രൂസീവ് മെത്തേഡ്, നോൺ ഇൻട്രൂസീവ് മെത്തേഡ് എന്നുള്ളത്. വാട്ട് ഈസ് ദിസ് ഇൻട്രൂസീവ് ആൻഡ് നോൺ ഇൻട്രൂസീവ്? ഇൻട്രൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് സെയിം ആ വേർഡ് മീനിങ് നിങ്ങൾ ആലോചിക്കണം. അത് അതിന്റെ ഡെഫിനേഷൻ അതിൻ്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് what do you mean by intrusion? Intrusion എന്നൊക്കെ പറയുന്നത് എന്താണ്? Intrusive method, what is the difference between these two? Intrusive and non-intrusive. സർ ഒന്ന് ഫ്ലോ പാത്തിൽ തന്നെ വെച്ചായിരിക്കും മെഷർ ചെയ്യുന്നത്, അങ്ങനെയായിരിക്കും. മറ്റേതെങ്കിലും ഇൻഡയറക്റ്റ് മെത്തേഡ് വഴി ആൻസർ വന്നിട്ടുണ്ട്. തന്റെ ആൻസർ ഉണ്ട്. ഇൻട്രൂസീവ് വെച്ചാൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ആവും. എന്ന് വെച്ചാൽ ഇപ്പൊ ഫ്ലൂയിഡ് pitted static tube ആയാലും hot wire ആയാലും what we do, we will insert it into the flow plate. So it will disturb the flow. Flow disturb ചെയ്യുകയാണ് ചെയ്യുന്നത്. So non intrusive അതിന്റെ ആവശ്യമില്ല. Indirectly we can have other ടെക്നിക്സ്. അതിനകത്ത് എന്താണെന്നുള്ളത് നമുക്ക് ആ വെലോസിമീറ്റർ വരുമ്പോൾ അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് കൂടുതൽ കാണിക്കാം. ഇൻട്രൂസീവ് ആൻഡ് നോൺ ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഇൻട്രൂസീവ് that will intrude into the flow and it will introduce that into the flow. ആ ഫ്ലോയെ ഡിസ്റ്റർബ് ചെയ്ത് അതിനെ അതിന്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഹോട്ട് വയർ അനിമോമീറ്റർ ആയാലും ശരി, because we will insert that in the region where we need to monitor the parameter velocity. Okay, pitted static tube, hot wire anemometer. പിന്നെ ഈ പിറ്റഡ് ട്യൂബിന്റെ യൂസേജ് ഓൾറെഡി ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പൊ അതേ കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്തെടുക്കാൻ പറ്റും ഞാനീ പറയുന്നത്. സോ വാട്ട് ഈസ് എ പിറ്റഡ് ട്യൂബ്? പിറ്റഡ് ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്നാണ് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. പിറ്റഡ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഈ ബെൻഡ് എൽ ഷേപ്പിലുള്ള ബെൻഡ് പാർട്ട് നമ്മൾ പിറ്റഡ് ട്യൂബ് എന്നാണ് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിറ്റഡ് ട്യൂബ് ഈ എൽ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഒരു പിറ്റഡ് ട്യൂബ് ആക്ച്വലി എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ പ്രീവിയസ് ക്ലാസ്സസ്, സോ യു ഷുഡ് ആൻസർ ഇറ്റ്. ആ പിറ്റഡ് ട്യൂബ് റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റ എന്തായിരിക്കും? ഇവിടെ ആക്ച്വലി ഒരു പിറ്റഡ് ട്യൂബ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ യു ഹാവ് എ സ്റ്റാറ്റിക് ട്യൂബ്. സ്റ്റാറ്റിക് ടാപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് സ്റ്റാറ്റിക് ട്യൂബ്, ഒരു ജസ്റ്റ് ഒരു ട്യൂബ്. ആൻഡ് ദിസ് സ്റ്റാറ്റിക് ട്യൂബ് ആൻഡ് പിറ്റഡ് ട്യൂബ് ദേ ആർ കണക്റ്റഡ് with a manometer, YouTube manometer on in between. So we combination ആണ് pitted static tube എന്ന് പറയുന്നത്. So we can use this combination to calculate the velocity. Directly velocity എത്ര എന്നുള്ളത് കാണിക്കുന്ന ഇതല്ല. You will get some data, you can work the data to get the velocity or calculate
Using that data, we'll get the velocity value. അപ്പോൾ എന്താണ് ഈ പിറ്റർ ട്യൂബ് റെക്കോർഡ് ചെയ്യുന്നത്? Actually, what we have done is you have placed this pitot tube against the flow. അപ്പോൾ ഇത് ഈ ടിപ്പിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ പോയിന്റ് നമ്മൾ പറയുന്നത് സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് പറയും അല്ലേ? ഈ ഒരു പോയിന്റ്. So when the flow reaches that point, velocity will reduce to 0. So that point is called stagnation point. So this is the stagnation point. So the velocity at that point will be reached. That means total energy in the pressure energy. So this pitot tube will record the stagnation pressure. So this will record stagnation pressure. Whereas the port is this static tube, just a pipe in the wall inserted. It is not inserted into the fluid. You have provided a tap so that the fluid will rise through. This point is static pressure. Is static tube. So this will record the static pressure. അപ്പോൾ ഈ രണ്ട് പാർട്ടും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന YouTube മാനോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ the difference will be giving you the dynamic pressure. അപ്പോൾ ഇത് incompressible flow ആണെങ്കിൽ directly you can use the relation between static and stagnation pressure to get the velocity value. എങ്ങനെ incompressible flow കേസിൽ നമ്മൾ ചെയ്തത്, so this was the relation. ഇതാണ് P naught equal to total pressure is equal to static pressure plus dynamic pressure. Notations confused ആവരുത്. ഞാനിവിടെ വെലോസിറ്റി എന്നുള്ളത് നമ്മൾ നേരത്തെ ഫ്ലൂയിഡ് വെലോസിറ്റി സി തന്നെയാണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. So the total pressure is static pressure plus dynamic pressure. അപ്പോൾ ഈ P നോട്ടും P യും ആണ് ഈ രണ്ട് പാർട്ടിൽ റെക്കോർഡ് ആവുന്നത്. So the difference will be, അപ്പോൾ ആ മാനോമീറ്റർ ഡിഫറൻസ് ഇവിടെ H എന്ന് കാണിച്ചിരിക്കുന്നത് എന്തായിരിക്കും? This H will be H rho g ചെയ്ത് കഴിഞ്ഞാൽ half rho v square എന്ന് കിട്ടും. So from that you can calculate the flow velocity. ഇതാണ് നമ്മൾ incompressible ഫ്ലോയിൽ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് വെച്ച് അല്ലെങ്കിൽ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് വെച്ചിട്ട് നമ്മൾ ഫ്ലോ വെലോസിറ്റി മെഷർമെന്റ് ചെയ്യുന്നത്. ഇത് എന്ന് പറയുന്ന ഒരു പിറ്റോട്ട് സ്റ്റാറ്റിക് ഇത് കഴിഞ്ഞ ഇതിൽ നമ്മൾ കാണിച്ചതാണ്. ഈ ഒരു കോമ്പിനേഷൻ സെപ്പറേറ്റ്ലി, ബട്ട് ഹിയർ ദിസ് എ സിംഗിൾ ഡിവൈസ്. യു ഹാവ് ദിസ് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്. അപ്പൊ അതില് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെന്ററിൽ ഒരു ട്യൂബ് ഉണ്ട്, പാസേജ് വരുന്നുണ്ട്. സോ ദാറ്റ് പാസേജ് ഇത്, അതുപോലെ തന്നെ ഇതിന്റെ പെരിഫറൽ സൈഡിൽ ഓരോ പോർട്ട് ഉണ്ട്. സോ ദാറ്റ് ഫ്ലൂയിഡ് വിൽ എൻറ്റർ ത്രൂ ദീസ് ടു സൈഡ്സ്. ഇവിടെ വരുന്നത് സ്റ്റാഗ്നേഷൻ പോയിന്റ് ആണ്. ദിസ് ഇസ് ദ സ്റ്റാഗ്നേഷൻ പോയിന്റ്. So here the fluid will enter, the center tube will record the total pressure. So this is the total pressure tube or total of stagnation pressure. The side already other static port ആണ്. So this is the static port. So you can connect these two parts to the YouTube manometer. They will, so it will give you the YouTube manometer connect ചെയ്ത് കഴിഞ്ഞാൽ the difference will be giving you what the dynamic pressure value. So that way you can use the pitot static tube. ഇത് ഒരു സിംഗിൾ ഡിവൈസ് ആണ്. ഇതിന്റെ മറ്റ് ജോമെട്രിക് ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡയമീറ്റർ, if D is the probe diameter, ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോർട്ട്, ഇതിന്റെയൊക്കെ ഡയമെൻഷൻസും കാര്യങ്ങളാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. 8D, how much it should be, ഇതിന്റെ ഡിസൈൻ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. So you can use this relation to get the velocity of flow in a incompressible flow. So നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് compressible flow ആണ്. So the equations
are different. But you can use the same device to calculate velocity of flow in a compressible flow. Device device pitot-static tube total tube pressure tube, but the equations are different because in compressible flow the effect of compressibility plays an important role. The equations and കാര്യങ്ങളും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂളിലും മറ്റും. സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ സൂപ്പർസോണിക് ഫ്ലോ ആണെങ്കിൽ എന്താണ് സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത്. So here let us consider the subsonic flow. Subsonic flow ആണെങ്കിൽ എന്താണ് പ്രഷറിലെ P naught ഉം P യും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് related to the Mach number. P naught by P will be 1 plus gamma minus 1 by 2 m square to the power gamma by gamma. So this will give the Mach number relation. So you can now write P naught minus P. P naught minus P. So that will be equal to that P naught minus P എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഈ compressible flow in a pitot-static tube. If you insert in a compressible flow, that too in a subsonic flow, you will be getting the dynamic pressure there. Difference, sorry, that not dynamic pressure, that difference between static and stagnation pressure in the case of compressible flow, that is subsonic flow, this difference will be equal to this much. So the half rho v square equate ഇതിനെ equate ചെയ്യുന്നുണ്ട്. So the rho m minus rho into gh എന്ന് പറയുന്നത് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇതെന്ന് പറയുന്നത് this we will be getting from the pitot-static tube. H എന്ന് പറയുന്നത് അതിന്റെ pitot-static tube ന്റെ manometric head ആണ്. So this difference we will be getting from the device, so that you can equate to this. So this is the Mach number value. Mach number velocity of flow calculate here. So that is how the flow velocity is measured in a subsonic flow using pitot-static tube. Now, what is the case or how the measurement is done in a supersonic case? എന്താണ് സബ്സോണിക് ഫ്ലോയും സൂപ്പർസോണിക് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്? ഈ ടോപ്പിക് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് നമ്മൾ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോക്കോവിന്റെ ഫോർമേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പിറ്ററ്റ് ട്യൂബിന്റെ യൂസേജ് അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ the supersonic and subsonic flow, the usage of pitot tube in supersonic and subsonic flow? Anyone? കേരളത് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. Hello? Your impact probe or pitot tube. So you have inserted a pitot tube or impact probe in a supersonic flow. So what difference you can see here compared to subsonic? ആരും ഇല്ല അപ്പുറത്ത? അല്ല, എന്തിലും ആൻസർ പറയൂ, ഫിഗറിലുണ്ടല്ലോ. When you insert a probe in a supersonic flow, what happens? So what is the observation? No one there?
അർജുൻ സാർ അവിടെ ഉണ്ടോ? ഉണ്ട്. പിന്നെന്താ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തത്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞൂടെ? ഞാനിവിടെ ഒരാളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, എന്റെ എനർജി കുറച്ച് എനിക്ക് സേവ് ചെയ്യാം. എന്നോട് നിങ്ങൾ സംസാരിച്ചാൽ എന്താണ് വ്യത്യാസം? എന്താ സബ്സോണിക്കും സൂപ്പർസോണിക് ഫ്ലോയും തമ്മിൽ? ഫിഗറിൽ നിന്നൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് അത്, പക്ഷെ ഇത് ഒന്നുകൂടെ പറഞ്ഞു പോവാം എന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും എടുത്തിട്ടത്. സബ്സോണിക്കില് അല്ല, കാരണം ഫ്ലോ is not disturbed, the flow is continuous there. But what is the case with a supersonic flow? അവിടെ ഷോക്ക് ഉണ്ടാവും മാക് നമ്പർ 1 ആകുമ്പോഴത്തേക്ക്. So in a supersonic flow, what the problem is that when you insert the probe, there will be formation of shock waves at the nose of this probe. ഇതാണ് ഇതിന്റെ നോസ് എന്ന് പറയുന്ന പോട്ട്, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാഗ്നേഷൻ പോട്ട്. നമ്മൾ സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ there is no discontinuity in between this region, so the flow will reduce to zero velocity when it reaches here, and this will record the total pressure. The supersonic flow വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ this will get encountered with a shock flow at the just ahead of this probe. അപ്പൊ ഈ ഷോക്ക് ഫ്ലോ, ഈ വരുന്ന ഫ്ലോ എന്ന് പറയുന്നത് എന്താവും? പ്രശ്നം എന്താണ്? ഇറ്റ് ഹാസ് ടു ക്രോസ് ദിസ് നോർമൽ ഷോക്ക് ഇൻ ഓർഡർ ടു റീച്ച് ദി ടോപ്പ്, ഇവിടെ എത്താനായിട്ട്. അപ്പൊ പക്ഷെ എന്താ സംഭവിക്കുക? വൺസ് ഇറ്റ്, so before the shock flow the Mach number value is 1, supersonic flow it reduces to a subsonic flow. But shock flow cross ചെയ്ത് കഴിഞ്ഞാൽ the flow character changes from supersonic to subsonic. So you have stagnation pressure here, POX, and in this region it is POY, and this POX is greater than POY. So there is loss of stagnation pressure. അപ്പൊ നമ്മള് ഈ വിറ്റോസ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ ഈ വിറ്റർ ട്യൂബ് അല്ലെങ്കിൽ ടോട്ടൽ ട്യൂബ് അത് റെക്കോർഡ് ചെയ്യുന്നത് എന്തായിരിക്കും? POX അല്ല റെക്കോർഡ് ചെയ്യുക, POY ആണ് റെക്കോർഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഷോക്ക് വേവ് കഴിഞ്ഞിട്ടുള്ള ഷോക്ക് വേവിന്റെ ഡൗൺ സ്ട്രീമിലുള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ ആണ് അതെന്ന് പറയുന്നത് POY. ഇതാണ് ടോട്ടൽ പ്രഷർ. അതായത് നമ്മൾ ആ വിറ്റർ ട്യൂബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി റെക്കോർഡിംഗ് ദി total pressure after the normal shock wave or after the shock wave. നമ്മളെ സ്റ്റാറ്റിക് പോർട്ട് വരുന്നത്, സ്റ്റാറ്റിക് പോർട്ട് എന്ന് പറയുന്നത് you can insert anywhere. So if you insert a static port here, this will be giving Px, and the total pressure tube that will record POY. അപ്പോൾ Px ഉം POY ഉം ആണ് ഈ കേസിൽ റെക്കോർഡ് ആവുക. Px എന്ന് പറയുന്നത് upstream Mach number, upstream pressure, static pressure of the shock wave. POY is downstream total pressure of the shock wave. So we have Px and POY. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, നമ്മൾ സൂപ്പർസോണിക് ഷോക്ക് വേവ്സിന്റെ കേസിൽ പറഞ്ഞപ്പോൾ we have developed a relation for POY by Px. ഡാറ്റാ ബുക്കിൽ ഈ ഒരു റേഷ്യോയുടെ ഒരു കോളം ഉണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. That means when you insert a pitot static tube in a supersonic flow, the total pressure tube will record the downstream pressure of the shock wave, whereas the static pressure port will record the upstream static pressure. Px ഉം POY ഉം ആണ് റെക്കോർഡ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we will not be able to use the same relation what we have used for subsonic flow. ഇവിടെ PO by P equal to 1 plus gamma minus 1 by 2 m square ഇതെന്ന് പറയുന്ന POയും Pയും ഒരേ സെക്ഷനിലെ പ്രോപ്പർട്ടി സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ വാല്യൂസ് ആണ്. അപ്പൊ ഈ സബ്സോണിക് ഫ്ലോയുടെ റിലേഷൻ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഡെവലപ്പ് another relation for supersonic flow to get the Mach number or to get the velocity of flow.
അപ്പൊ അത് നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻസ് ആണ്. ഈ റിലേഷൻ നിങ്ങൾ എടുത്ത് നോക്ക്. നിങ്ങളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കാണും, അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റോക്കോവിന്റെ സ്ലൈഡ്സ് എടുത്ത് നോക്കുക. നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ. So PO y by px, that is why I have taken PO y by px with the numerator എന്ന് പറയുന്നത് this will be total pressure tube റെക്കോർഡ് ചെയ്യുന്നത്, ടോട്ടൽ ട്യൂബ് സ്റ്റാഗ്നേഷൻ പോർട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ആ ഡിവൈസിന്റെ സ്റ്റാറ്റിക് പോർട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാറ്റിക് പോർട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഷോക്ക്. സപ്പോസ് ദിസ് ഈസ് ദ ഷോക്ക്, this is your x and this is your y. The flow is like this: the upstream, the downstream. X denote the upstream condition, y denote the downstream condition. So the total pressure tube record the downstream total pressure, and the static port record the upstream static pressure. So PO y by px ratio ആയിരിക്കും നമുക്ക് ആ രണ്ട് റിലേഷൻ ആയിരിക്കും നമുക്ക് ഡിവൈസിൽ നിന്ന് കിട്ടുക. But we can use that ratio to calculate the velocity of flow. എങ്ങനെ? ഇത് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം: PO y by py into py by px. You can write like this. ഇതിന്റെ റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇത് കാരണം ഇത് ഒരു ലൊക്കേഷനിലെ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ ആണ്. അതെന്താണ്? ഇത് PO y by px 1 plus gamma minus 1 by 2 my square gamma by gamma minus 1. ഇത് സ്റ്റാറ്റിക് സ്റ്റാഗ്നേഷൻ റിലേഷൻ ആണ്. രണ്ടാമത്തെ py by px പറയുന്നതാണ് സ്റ്റോക്കോയിൽ അക്രോസ് ആയിട്ടുള്ള പ്രഷർ റൈസ് അല്ല പ്രഷർ റേഷ്യോ. ഈ റിലേഷൻ നിങ്ങൾ സ്റ്റോക്കോവിന്റെ കേസ് എടുത്ത് നോക്കുക. There we have derived this relation. So these two relations you are already having. So you can combine these two to write your PO y by px relation. അത് substitute ചെയ്ത് then again you have this relation between mx and my. mx എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്കോവിന്റെ upstream Mach number. my എന്ന് പറയുന്നത് സ്റ്റോക്കോവിന്റെ downstream Mach number. So you can replace this upstream Mach number my square. ഇവിടെ my square വന്നിട്ടുണ്ട്. ഈ my square നമുക്ക് റീപ്ലേസ് ചെയ്യാം using this relation between this upstream downstream Mach number. ഈ ഡെറിവേഷൻസും ചെയ്യുന്നതാണ് നിങ്ങൾ. So after substituting this, you will be getting the and after simplification, you will be finally will come to relation. What you can see here: PO y by px equal to gamma plus 1 by 2 mx square to the power gamma by gamma minus 1 into 2 gamma by gamma plus 1 mx square minus gamma minus 1 by gamma plus 1 to the power gamma by 1 minus 2. ഈ റിലേഷൻ ഇവിടെ നോക്കുക. ഇതിന്റെ അകത്ത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? LHS എന്ന് പറയുന്നത് നോൺ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ആ ഫിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബിന്റെ മെഷർമെന്റ് ആണ്. PO y യും PO x ഉം ഫിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റയാണ്. So using that data you can calculate the mx. ഈ ഇക്വേഷനിൽ mx മാത്രമേ ഉള്ളൂ. mx ആണ് വെലോസിറ്റി ഓഫ് ഫ്ലോ. mx കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലോ വെലോസിറ്റി കാണാം. So mx is the upstream. അതാണ് ഫ്ലോ വെലോസിറ്റി വരുന്നത്. അപ്പൊ mx ൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലോയുടെ വെലോസിറ്റി മെഷർമെന്റ് ചെയ്യാം. And this relation we call it as Rayleigh supersonic fitted tube. ഇത് ഓൾറെഡി എഴുതിയതാണ് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇതിന്റെ ഡെറിവേഷൻ വേണമെങ്കിൽ ചോദിക്കാം എക്സാമിനേഷൻ ഒക്കെ. Okay. Now let us do this problem. ഈ പ്രോബ്ലം എഴുതിയെടുക്കാനുള്ള നമ്മളെ കൂടെ ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടെ ചെയ്യാം. So take down this problem. A pitted static tube is placed in a subsonic airflow. The static pressure and temperature in the flow are 80 kilopascal and 12 degrees centigrade respectively. The difference between fitted and static pressure is measured using a manometer and found to be 200 mm of mercury. Find the air velocity and the Mach number.
എഴുതിയോ? എഴുതി കഴിഞ്ഞോ? യെസ് സർ. അപ്പൊ ഇതില് ഒരു സബ്സോണിക് ഫ്ലോ ഇല്ല, പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്തൊക്കെയാണ്. And you're asked to calculate the velocity flow and the Mach number. പറഞ്ഞ സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. We have given the manometric difference. H value തന്നിട്ടുണ്ട് അവിടെ. H is 200 mm. And for subsonic flow, what you have the relation PO by P as equal to 1 plus gamma minus 1 by 2 m square to the power gamma by gamma minus 1. അതില് സ്റ്റാറ്റിക് പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. Then the difference, manometric headന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. So use the relation what just now we have discussed. So you can use this equation to get the Mach number of the flow. Subsonic flow ആണ്. അപ്പൊ ഇവിടെ ഈ H ആണ് തന്നേക്കുന്നത്, 200 mm തന്നേക്കുന്നത്. അവിടെ ചെയ്യാവോ? ചെയ്തിട്ട് നമ്മൾ വാല്യൂ പറയാം. ഏതെങ്കിലും അൺനോൺ ഡാറ്റ വേണമെങ്കിൽ ഞാൻ പറയാം. ഡെൻസിറ്റി, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയാം, ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയാം. മാനോമീറ്റർ ഫ്ലൂയിഡ് മെർക്കുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ആൾസോ യു നോ. You calculate the Mach number and tell me the value that you are getting. യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യൂണിറ്റ് കൺവേർഷൻ ഒക്കെ ശ്രദ്ധിക്കുക. Air density you can find from the given pressure and temperature, static pressure value P equal to rho RT. From that you can find the rho. Mercuryയുടെ specific gravity നിങ്ങൾക്ക് അറിയാം. So that you can use to find the density of mercury. M calculate ചെയ്യുക. M calculate ചെയ്ത് velocity calculate ചെയ്യുക. velocity calculate ചെയ്യാനായിട്ട് M C into C is M into A. A you can obtain using A equal to root gamma RT. So that all data are there. Gamma you can take gamma at 1.4 and R 287. Here ആണ്. So you assume gamma gamma 1.4 and R 287.
കാൽക്കുലേറ്റ് ചെയ്തോ അറിയില്ല. മാക്സ് നമ്പർ കിട്ടിയോ? അത് കാൽക്കുലേറ്റ് ചെയ്തോ? അഭിജിത്ത് ഉണ്ടോ? അഭിജിത്ത് എ ഹാജറുണ്ടോ? ആബ്സെന്റ്. ഓക്കെ, ഗുഡ്. അഭിനം ധനിൽ ആബ്സെന്റ്. വിളിക്കുന്നവരൊക്കെ ഇന്ന് ആബ്സെന്റ് ആയിരിക്കും കേട്ടോ. ആദർശ് യു സാർ. ആൻസർ കിട്ടിയോ? ഇല്ല, ചെയ്തോണ്ടിരിക്കും. ഓക്കെ. ആദിത്യ കൃഷ്ണൻ ആബ്സെന്റ്. ആകാശ് ടി ഉണ്ട് സാർ. ആൻസർ ചെയ്തിട്ട് ആൻസർ ടൈപ്പ് ചെയ്യൂ. അജിൻ സാമുവൽ ഉണ്ട് സാർ, ഉണ്ട് സാർ. ചെയ്തിട്ട് ആൻസർ മാക്സ് നമ്പറും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ ടൈപ്പ് ചെയ്യൂ ആണ് സാർ. ഓക്കെ. എല്ലാവരും. അജയ് ആരാധൻ യെസ് സാർ, യെസ് സാർ. ഓക്കെ. അഡ്രിയാൻ മാർക്ക് കൊറിയ സാർ. ഉണ്ടോ? സാർ. യെസ് യെസ്. ആരാ? സുരേഷ് ബാബു ആണോ വിളിച്ചത്? അഡ്രിയാൻ ഉണ്ടോ? യെസ് സാർ, യെസ് സാർ. അഡ്രിയാന്റെ നമ്പറിൽ നല്ലല്ലോ സൗണ്ട് കേൾക്കുന്നു. സുരേഷ് ബാബുവിന്റെ ഫോണിൽ നിന്നാണല്ലോ, അക്കൗണ്ടിൽ നിന്നാണല്ലോ കേൾക്കുന്നത്. സാർ എന്താ സാർ? അഡ്രിയാനെ വിളിച്ച്. അഡ്രിയാന്റെ മൈക്ക് മ്യൂട്ടായിട്ട് കിടക്കണമല്ലോ. സോറി. ആൽഫി ജോർജ് ഓക്കെ. കാൽക്കുലേറ്റ് ആൻഡ് അതിന്റെ വാല്യൂ പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. ഒരു 5 മിനിറ്റ് കൂടി വെക്കുക. അതുകൊണ്ട് ഞാൻ ഡിസ്കണക്ട് ചെയ്യുവാണ്. വാല്യൂ ടൈപ്പ് ചെയ്യുന്നവർക്ക് അറ്റൻഡൻസ് കൗണ്ട് ചെയ്യും. കുറെ അധികം പേര് വെറുതെ വന്ന് ലോഗിൻ ചെയ്ത് പോയേക്കാണ്. ലൈനിലുണ്ടോ എന്ന് പോലും സംശയമുണ്ടോ? ജോയൽ ഉണ്ടോ? ഉണ്ട് സാർ. ഓക്കെ. മോഹൻ രാജ് ഉണ്ടോ? സാർ ഉണ്ട്. മോഹൻ രാജ്, അറ്റൻഡൻസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. നിങ്ങളുടെ അറ്റൻഡൻസ് പെർസെന്റേജ് ഒക്കെ നോക്കിയോളൂ. ഞാൻ സാറേ സപ്ലി എക്സാം ഉണ്ടായിരുന്നു സാറേ, അതിന്റെ കുറെ ലീവ് ആയിരുന്നു. ഇപ്പൊ കയറുന്നു. സപ്ലി എക്സാംസ് ഉണ്ടെങ്കിൽ അത് അല്ലാത്ത ദിവസങ്ങളിൽ കയറാമല്ലോ. എല്ലാ ദിവസവും സപ്ലി ഒന്നും ഇല്ലായിരുന്നല്ലോ. ഈ സപ്ലി ഒക്കെ തുടങ്ങിയപ്പോഴാണ്. ട്യൂഷനൊക്കെ മാനേജ് ഓക്കെ സാർ. ചെയ്യോ? ക്ലാസ് കയറാൻ പറ്റില്ല, അതിനുള്ള വേറെ അൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഇപ്പൊ? യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഗെറ്റ് യുവർ അറ്റൻഡൻസ്. ഓക്കെ സാർ. ഇനി എന്തായാലും ഒരു മാസത്തെ കഷ്ടി അറ്റൻഡൻസ് കാണുള്ളൂ. ഇനി ക്ലാസ്സും കൂടി കാണുള്ളൂ. നവംബർ ആയില്ലേ? നവീൻ ആനന്ദ് ഉണ്ടോ? അയാളും ഇതുപോലെ തന്നെയാണ്. അറ്റൻഡൻസ് വളരെ കുറവാണ്. എനിക്കറിയില്ല അയാള് എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളത്. രാധാ വിനോദ്
ഉണ്ടോ? ഇല്ല. റിലേഷ് പ്രദേശമൊന്നുമില്ല എൻ്റെ അകത്ത്. സിജോമോൻ ഉണ്ടോ? റാൻഡമായിട്ട് വിളിക്കുവാണോ? അത്രേ ഉള്ളൂ. 54 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് വഴിയെ പോയി എന്നുള്ള അറിയില്ല. 54 പേരില്ല. യെസ് സാർ, ഷിജോമോനുണ്ട്. ഷിജോമോനുണ്ട്. ആൻസർ കിട്ടിയോ ഷിജോമോന്? സാർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ശരി, ചെയ്തോളൂ. പ്രിയദർശി ഉണ്ടോ? വന്നിട്ടില്ല. നിർമ്മൽ വി ഉണ്ടോ? സാർ ഉണ്ട്. ഓക്കെ. 85 ആരാണ്? മുഹമ്മദ്. ഫുൾ നെയിം കിട്ടുന്നില്ല. ADR 17 ME085 മുഹമ്മദ് എന്താണ്? രണ്ടു മൂന്ന് പേരുടെ ഫസ്റ്റ് നെയിം കിട്ടുന്നുണ്ട്. ഒന്നുമില്ല. മഹേശ്വരൻ ഉണ്ടോ? ഇല്ല. കിഷോർ ഉണ്ട് സാർ, ഉണ്ട്. ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ അതില് സ്ലൈഡില് ഒരു പ്രോബ്ലം കൂടി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ആൾസോ യു ക്യാൻ ട്രൈ ടു ഡു. കംപ്രസബിൾ ഇൻകംപ്രസബിൾ ഫ്ലോ. ഒന്നല്ല, 2 പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ഡയറക്റ്റ്ലി ചെയ്യാനുള്ളതേ ഉള്ളൂ. സോ ട്രൈ ടു സോൾവ് ദോസ് 2 പ്രോബ്ലംസ് ആൾസോ. ഓക്കെ. വേറെ ഒന്നുമില്ല. സോ ഐ എം സ്റ്റോപ്പിംഗ്. So we'll meet again tomorrow. Okay. So thank you very much.